SSCJ 2025 എക്സാമിൻ്റെ ഡേറ്റ്സ് നമുക്ക് വന്നിട്ടുണ്ട്. ഡിസംബർ മാസമാണ് നമ്മുടെ എക്സാം വരുന്നതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഇനി നമുക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ PWD എക്സാമിൽ ഫോക്കസ് ചെയ്തിരുന്ന പലരും എക്സാം മാറ്റി വെച്ചതുകൊണ്ട് തന്നെ SSCJ ഫോക്കസ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കയ്യിൽ ദിവസങ്ങൾ വളരെ കുറവാണ്. പക്ഷേ SSCJ നമ്മൾ CBT 1 ക്വാളിഫൈ ചെയ്യുക എന്നുള്ളത് ആക്ച്വലി നല്ലൊരു കാര്യമാണ്. ബിക്കോസ് CBT 2 കൂടെ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സെൻട്രൽ ഗവൺമെൻറ് ജോബാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. സോ നമുക്ക് ഈ CBT 1 എക്സാമിന് മുന്നേ ഇനിയുള്ള ദിവസങ്ങളിൽ എന്തൊക്കെ ചെയ്യണം എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. കാര്യം നമ്മൾ ഭയങ്കര മെസ്റ്റപ്പ് സ്റ്റേജിലായിരിക്കും ഇപ്പോൾ നിൽക്കുന്നത്. ഇനി അതല്ല SSCJക്ക് കംപ്ലീറ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഉദ്യോഗാർത്ഥികളാണെങ്കിൽ ഓഫ് കോഴ്സ് ആ പേസിൽ തന്നെ പൊക്കോട്ടെ. ഇനി അതല്ല എവിടെയെങ്കിലും ബ്രേക്കായി വേറെ എക്സാംസിലോട്ട് ഡൈവേർട്ട് ചെയ്ത് പോയ ആൾക്കാരാണെങ്കിൽ ഇനിയുള്ള ദിവസം നിങ്ങൾ ചെയ്യേണ്ടതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോമുലയും അതുപോലെ തന്നെ നിങ്ങൾ ഷോർട്ട് നോട്ട്സ് നിങ്ങളുടെ ഓൾറെഡി കാണുമായിരിക്കും. അതുപോലെ തന്നെ ഡയറക്റ്റ് ഫോമുലാസ് വരുന്നത്, അതുപോലെ തന്നെ വാല്യൂസ്, ഇതൊക്കെ റിവൈസ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അവസാനത്തെ ആഴ്ചകൾ നിങ്ങൾ ചെയ്യേണ്ടത്. കാര്യം ഈ വാല്യൂസ് ഡയറക്റ്റ്ലി ചോദിക്കുക, ഈ ഫോമുല ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചോദിക്കുക, ചിലപ്പോൾ ഈ ഫോമുലയായിട്ട് തന്നെ ചോദിക്കുക തുടങ്ങിയ SSCJയുടെ ഒരു പാറ്റേൺ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോമുലാസും വാല്യൂസും കൃത്യമായി ഇനിയുള്ള എല്ലാ ദിവസവും പഠിക്കാനായി ശ്രദ്ധിക്കുക. പിന്നെ ഇനി വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുന്ന ഇമ്പോർട്ടൻസ്. നിങ്ങൾക്ക് കഴിഞ്ഞ വർഷത്തെ SSCJ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിന് മുന്നത്തെ വർഷങ്ങളിലെ ക്വസ്റ്റ്യൻസ് ആസ് സച്ച് അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പ്രസൻറ്റ് ആയിട്ടുണ്ട്. സോ ഇനിയും നമ്മൾ ആ ഒരു പാറ്റേൺ പ്രതീക്ഷിക്കുന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പഴയ SSCJയുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുത്ത് ഒരു മോക്ക് ടെസ്റ്റ് എന്ന രീതിയിൽ അറ്റൻഡ് ചെയ്ത് എത്ര മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് മനസ്സിലാക്കാം. ഇത്രയും നമ്മൾ പറയുന്നത് ടെക്നിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്, അതായത് ടെക്നിക്കൽ സബ്ജക്ട്സിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലാണ് പറയുന്നത്. പക്ഷേ നമുക്ക് അവിടെ മറന്നു കളയാൻ പറ്റാത്ത കുറച്ച് ആൾക്കാരുണ്ട്. ജനറൽ സയൻസ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതൊക്കെ നമ്മൾ ചിലപ്പോൾ ഇനിയുള്ള ഇത്രയും സമയം നമ്മൾ SSCJ ഫോക്കസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ ലാസ്റ്റ് മിനിറ്റ് എന്തായാലും നമ്മളിത് നോക്കിയേ പറ്റും. അപ്പോൾ ജനറൽ സയൻസും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും റീസണിങ്ങും എല്ലാ ദിവസവും കൃത്യമായ ടൈമിംഗ് വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്തേ മതിയാവും. കാര്യം ഇനിയുള്ള ചുരുങ്ങിയ ദിവസങ്ങളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് സ്പീഡ് വരുത്തുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. അപ്പോൾ ഇനിയൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് SSCJയിൽ ക്വസ്റ്റ്യൻസ് ഒരുപാട് ബുദ്ധിമുട്ടൊന്നും അല്ലെങ്കിൽ പോലും അവിടെ പ്രൈമറിലി നമ്മളെ ജഡ്ജ് ചെയ്യുന്ന എലമെൻ്റ് എന്ന് പറഞ്ഞാൽ ടൈമാണ്. സോ ഈ ടൈം ഫ്രെയിമിനുള്ളിൽ നമ്മൾ എഴുതി തീർക്കണമെങ്കിൽ ഓഫ് കോഴ്സ് വി നീഡ് പ്രാക്ടീസ്. ഈ പ്രാക്ടീസ് എന്ന് പറയുന്നത് ടൈമർ വെച്ച് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഓൾട്ടർനേറ്റ് ഡേയ്സിലോ അല്ലെങ്കിൽ എല്ലാ ദിവസവും മോക്ക് ടെസ്റ്റ് എഴുതിയാലും പ്രശ്നമില്ല. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിൻ്റെ രൂപത്തിലാവും. പക്ഷേ SSCJ എക്സാമിൻ്റെ അതേ പാറ്റേണിൽ ജനറൽ സയൻസും ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് റീസണിങ്ങും ടെക്നിക്കൽ പോർഷൻസും ഇൻക്ലൂഡഡ് ചെയ്തിട്ടുള്ള മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് നിങ്ങളുടെ സ്പീഡും അക്യുറസിയും വർദ്ധിപ്പിച്ചു കൊണ്ടുവരിക. അതിൻ്റെ കൂടെ തന്നെ റിവൈസ് ചെയ്യാനും മറക്കണ്ട. ടേബിൾസ്, വാല്യൂസ്, ഫോമുലാസ്, IS കോഡ് പ്രൊവിഷൻസ് ഒക്കെ തന്നെ നിങ്ങൾ വ്യക്തമായി പഠിച്ചിരിക്കണം. ബിക്കോസ് നമുക്ക് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ഉണ്ടാവും. സോ ഇനിയുള്ള ദിവസങ്ങളിൽ എഫക്റ്റീവായി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി നിങ്ങൾ മനസ്സിലാക്കി അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് വരുത്തി. ഡേയ്സ് നമുക്ക് വളരെ കുറവാണ്. എഫക്റ്റീവായി പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ SSCJ CBT 1 നിങ്ങൾക്കും ക്വാളിഫൈ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ഇന്ന് തന്നെ സമയം കളയാതെ ഇനിയുള്ള ഓരോ ദിവസങ്ങളും ഓരോ മണിക്കൂറുകളും വിലപ്പെട്ടതാണെന്ന് മനസ്സിലാക്കി SSCJ എക്സാമിന് വേണ്ടി തയ്യാറെടുക്കും.